നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നേ ഒരു ട്രാവൽ വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഇന്നൊരു യാത്ര പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് മൈസൂരിലേക്കാണ്. ഒരുപാട് നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു മൈസൂരിലോട്ട് പോകണം എന്നുള്ളത്. അപ്പോൾ ഒരു ഓഫ് ഡേ ആഴ്ചയ്ക്ക് കിട്ടിയപ്പം ഞങ്ങളങ്ങ് പോയി. ബാംഗ്ലൂരിൽ നിന്നാണ് ഞങ്ങൾ മൈസൂരിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. കർണാടക സംസ്ഥാനത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ മൈസൂരു ഏകദേശം ഒരു 145 കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. രാവിലെ എന്ന് വെച്ചാൽ ഒരു 6:30 ആയപ്പോഴത്തേക്കിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങണം എന്നായിരുന്നു വിചാരിച്ചിരുന്നത്. കാരണം ബാംഗ്ലൂരെയും മൈസൂരിലെയും ഒക്കെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ചൂടൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചൂട് അത്ര അധികം കിട്ടാത്ത രീതിയിൽ നമുക്ക് പോയിട്ട് വരണം എന്നായിരുന്നു ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങണം എന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിലും ഇറങ്ങിയത് ഒരു 6:30 ആയി. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ഒത്തിരി ചൂടൊന്നും ഉള്ള സമയത്തിന് മുന്നേ നമുക്ക് അവിടെ നിന്ന് തിരിച്ച് പോരാനായിട്ട് പറ്റി. നമ്മളൊരു 1 ഡേ ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. ഇങ്ങനൊരു വീഡിയോ ഞാൻ എടുക്കാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഞാനും ഇങ്ങനെ പോകാനായിട്ട് ഒക്കെ പ്ലാൻ ചെയ്ത സമയത്ത് കൂടുതലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെയാണ് എവിടേക്ക് നമ്മൾ പോകണം, ഏതൊക്കെ സ്ഥലങ്ങൾ സന്ദർശിക്കണം എന്നുള്ളതിൻ്റെ ലിസ്റ്റ് റെഡിയാക്കിയത്. അപ്പം ഞാൻ വിചാരിച്ചു ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഉപകാരപ്പെടുകയാണെങ്കിൽ അത് നല്ലതല്ലേ. യാത്രകൾ പോകാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും പലർക്കും അത് പറ്റാറില്ല. ചില സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ സമയങ്ങളിൽ പോയ ആളുകൾ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഇടുമ്പോൾ കാണാത്ത ആൾക്കാർക്ക് അവിടെ എന്തൊക്കെയുണ്ടെന്ന് കാണാനും പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഏതൊക്കെ സ്ഥലങ്ങൾ കവർ ചെയ്യണം എന്നുള്ളൊരു ജസ്റ്റ് ഐഡിയ കിട്ടാനും ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. യാത്രകളെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരാണ് ഞാനും രാശിയും. അതുകൊണ്ട് തന്നെ ഏതെങ്കിലുമൊക്കെ ദിവസങ്ങൾ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകാൻ വളരെയധികം ആഗ്രഹമുള്ളവരാണ്, പോകാൻ ശ്രമിക്കാറുമുണ്ട്. ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കുറച്ച് മുന്നോട്ട് പോയപ്പോൾ നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നു. കാരണം നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 9-9:30 നമ്മൾ ഹോട്ടൽ ശ്രീശാസ്തയിൽ കയറിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പ്രതീക്ഷിച്ചതിലും അധികം ടേസ്റ്റ് വന്നൊരു ഫുഡായിരുന്നു ഇത്. തട്ടിഡലി, ബട്ടർ, ഉഴുന്നുവട, സാമ്പാർ, ഒരു ദാലിൻ്റെ കറി, അതായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ യാത്ര പിന്നെയും തുടർന്നു. ദേ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പച്ചപ്പൊക്കെ കാണാൻ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് വെച്ചു നിങ്ങളെ കാണിക്കാൻ വേണ്ടി. ഏതൊക്കെ സ്ഥലങ്ങളാണ് കവർ ചെയ്യേണ്ടതെന്ന് ഓൾറെഡി ഒരു പ്ലാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം പോകുന്നത് സെൻറ്റ് ഫിനോമിനാസ് കത്തീഡ്രലിലോട്ടാണ്. ശേഷം നമുക്ക് മൈസൂർ പാലസിലോട്ട് പോകണം, അവിടുത്തെ കാഴ്ചകളൊക്കെ കാണണം. പിന്നീട് നമ്മുടെ ലിസ്റ്റിലുള്ളതാണ് ഒരു അണ്ടർ വാട്ടർ അക്വേറിയം, അവിടെയും പോകണം. പിന്നെ നമുക്ക് വൃന്ദാവൻ ഗാർഡൻ കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യണം. ഇതായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ എന്തുകൊണ്ടോ ബാക്കി 3 സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റി. വൃന്ദാവൻ ഗാർഡൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളവിടെ പോയി ഡാമൊക്കെ കണ്ടു. പക്ഷേ ഗാർഡനിൽ നമുക്ക് കയറാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവിടെ അവർ കാർഡ്സോ UPI ഒന്നും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ക്യാഷും ഇല്ലായിരുന്നു. വേണമെങ്കിൽ നമുക്ക് പോയി ഏതെങ്കിലും ഒരു ATM ഒക്കെ കണ്ടുപിടിച്ച് അവിടുന്ന് ക്യാഷ് എടുത്ത് തിരിച്ച് കയറാമായിരുന്നു. പക്ഷെ നമ്മൾ ചെന്നപ്പോൾ നല്ല വെയിലായിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ ഓൾറെഡി നമ്മൾ ടയേർഡായിരുന്നു. അപ്പം പിന്നെ വേണ്ടെന്ന് വെച്ച് നമ്മൾ തിരിച്ചു പോന്നു. നിങ്ങൾ വൃന്ദാവൻ ഗാർഡൻ വിസിറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കയ്യിൽ പൈസ കരുതണം. ഇല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ തിരിച്ചു പോരേണ്ടി വരും. അല്ലെങ്കിൽ ആ സമയത്ത് നമ്മൾ അവിടെ എവിടെയെങ്കിലും ATM ഒക്കെ കണ്ടുപിടിക്കേണ്ടി വരും. അവിടെ അടുത്തെങ്കിലും നമുക്ക് ATM കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ദൂരെയൊക്കെ ഉണ്ടാവും, പക്ഷെ ഞങ്ങളത് അന്വേഷിച്ചില്ല. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കണം. ഇതേ നമ്മൾ ഏകദേശം സെൻറ്റ് ഫിനോമിനാസ് കത്തീഡ്രലിനോട് അടുക്കാറായിട്ടുണ്ട്. ഇനി കുറച്ച് ദൂരം കൂടെ വിടുന്നുള്ളൂ. ഇടയ്ക്ക് നമ്മളൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ജസ്റ്റ് ഞാനൊരു വീഡിയോ എടുത്തതേ ഉള്ളൂ. നമ്മൾ ആ കത്തീഡ്രലിലോട്ട് എത്താറായിരിക്കുന്നു. ഈ കത്തീഡ്രൽ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദേവാലയമാണ്. മൈസൂറിൻ്റെ നഗരമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം വളരെയധികം സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനകൾ നടക്കുന്നുണ്ട്. കന്നഡ, തമിഴ്, ഇംഗ്ലീഷ്, മലയാളം തുടങ്ങിയ ഭാഷയിൽ ഇവിടെ കുർബാനകൾ നടക്കുന്നുണ്ട്. ഈ ദേവാലയം കണ്ടോ, എന്താ ഒരു ഭംഗി അത് കാണാനായിട്ട്. നമുക്ക് ആർക്കാണെങ്കിലും അത്ഭുതം തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോട്ടിക് ശൈലിയിലുള്ള ക്രിസ്ത്യൻ പള്ളികളിലൊന്നാണ് ഈ പള്ളി. മൈസൂരിലെ രാജകുടുംബത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ് ഇത് നിർമ്മിച്ചത്. ഈ കാലത്തും മൈസൂരിൻ്റെ ആകർഷണ കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ദേവാലയം.
1843 ഇവിടെ ഒരു ചെറിയ പള്ളി നിർമ്മിക്കുകയും അതിനുശേഷം 1936 ഈ പള്ളി നിർമ്മിക്കുകയും ചെയ്തു. മഹാരാജ കൃഷ്ണരാജ വോഡയാർ അഞ്ചാമനാണ് ഈ പള്ളി നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കൊടുത്തത്. സെൻറ്റ് ഫിനോമിന എന്ന റോമൻ വിശുദ്ധയുടെ പേരിലാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ആ വിശുദ്ധയുടെ പ്രതിമ ഉള്ള ഒരു രഹസ്യ അറയും ഇതിനകത്ത് ഉണ്ട്. ഈ പള്ളി അതിൻ്റെ പരിസര പ്രദേശങ്ങളുമൊക്കെ കാണാൻ വളരെയധികം ഭംഗിയുള്ളതാണ്. പാരീസ് നഗരത്തിലെ നോട്രാഡെയിം കത്തീഡ്രലിന് സമാനമായിട്ടാണ് ഈ കത്തീഡ്രലും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്നൊരു ചെറിയ ചാപ്പലും കൂടിയുണ്ട്. അവിടെ കയറി നമുക്ക് വളരെ സമാധാനമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും. പല വിശുദ്ധന്മാരുടെയും ശില്പങ്ങളും രൂപങ്ങളും അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഫോട്ടോഗ്രാഫിയൊന്നും അനുവദനീയമല്ലാത്തതുകൊണ്ട് തന്നെ അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ ഈ പള്ളിക്കകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ വന്നപ്പോൾ ഇവിടെ മാസ് നടക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് കാണാനൊന്നും പറ്റിയില്ല. മാസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ കയറി കണ്ടു. ഇനി നമ്മൾ പോകുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ രഹസ്യ അറയിലോട്ടാണ്. ഇത് കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇവിടെ സെൻറ്റ് ഫിലോമിനയുടെ ഒരു പ്രതിമയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇവിടെ കയറി കാണാനും ഓഫറിങ്സ് ഒക്കെ ഇടാനും പറ്റും. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ശരിക്കും അത്ഭുതമായിരുന്നു തോന്നിയത്. ഈ ദേവാലയത്തിൽ സ്റ്റെയിൻ ഗ്ലാസ് പെയിൻറ്റിങ്ങുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ക്രിസ്തുവിൻ്റെ ജനനവും ക്രൂശുമരണവും ഉയർത്തെഴുന്നേൽപ്പും ഒക്കെ അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. വളരെ ശാന്തത നിറഞ്ഞൊരു സ്ഥലമാണിത്. ഒരുപാട് ആളുകൾ ഇവിടെ സന്ദർശിക്കുകയും പ്രാർത്ഥനകൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ദേവാലയത്തിൻ്റെ രൂപകൽപ്പന തന്നെയാണ് നമ്മളെ ഇതിലോട്ട് കൂടുതലായിട്ട് ആകർഷിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് മൈസൂർ പാലസിലോട്ടാണ്. വോഡയാർ വംശത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്ന മൈസൂർ പാലസിലോട്ടാണ് ഇനിയുള്ള നമ്മുടെ യാത്ര. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ടൂറിസ്റ്റ് ആകർഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ കൊട്ടാരം. നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എൻട്രി ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയും ക്യാഷ് ആയിരുന്നു അവർ പ്രിഫർ ചെയ്തിരുന്നത്. നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു. പക്ഷേ അവിടെ നിന്ന് കിട്ടിയ ഒരു മൊബൈൽ ലിങ്ക് വഴി നമുക്ക് ടിക്കറ്റ് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അഡൾട്ട്സിന് 120 റുപ്പീസും ചിൽഡ്രൻസിന് 70 റുപ്പീസും സ്റ്റുഡൻസിന് 50 റുപ്പീസുമാണ് ഫീ. ഇതാണ് മൈസൂർ പാലസിലോട്ട് നമുക്ക് കയറിപ്പോകേണ്ട പ്രധാന കവാടം. നമ്മളങ്ങനെ അകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അകത്ത് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. എന്ത് ഭംഗിയാണല്ലേ നമുക്ക് കാണുമ്പോൾ തന്നെ. ശരിക്കും ഇവിടെ ഈവനിങ് ടൈമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റിങ്ങുകളൊക്കെ ഒരുപാട് കാണാനായിട്ട് പറ്റും. അത് നല്ലൊരു അനുഭവമായിരിക്കും. പക്ഷേ നമ്മൾ വന്നത് ഒരു ഉച്ചയോടെ എടുക്കുന്ന സമയമായതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെയാണ് കാണാൻ പറ്റിയത്. പക്ഷേ ഇതും നല്ല അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്കിത് ചുറ്റി നടന്ന് കാണാനായിട്ട് പറ്റും. ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് കയറി കാണാനായിട്ട് അനുവദനീയമാണ്. 1897 പഴയ കൊട്ടാരം തീപിടിച്ച് നശിച്ചതിന് ശേഷമാണ് 1907 മുതൽ 1912 വരെയുള്ള കാലഘട്ടത്തിൽ ഈ വലിയ കൊട്ടാരം പണി കഴിപ്പിച്ചത്. ഇവിടെ കൗണ്ടറുകളുണ്ട്. ഇവിടെ നമ്മുടെ ചെരുപ്പുകളൊക്കെ കൊടുക്കണം. ചെരുപ്പിട്ടുകൊണ്ട് നമുക്ക് ഈ പാലസിനുള്ളിലേക്ക് കടക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ പാലസിനുള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നല്ല അടിപൊളിയായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വച്ചിരിക്കുന്നത്. ഹിന്ദു, മുസ്ലിം, രാജ്പൂത്, ഗോത്തിക് തുടങ്ങിയ ശൈലികൾ ഒരുമിപ്പിച്ചാണ് ഈ ഒരു കൊട്ടാരം പണിഞ്ഞിരിക്കുന്നത്. ഇതിൽ കാണുന്ന നമുക്ക് കാഴ്ചകളൊക്കെ തന്നെ വളരെയധികം നമ്മുടെ കണ്ണുകളെ ആകർഷിക്കുന്നതാണ്. മൈസൂരിൻ്റെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണല്ലോ ദസറ. ആ സമയത്ത് ഈ കൊട്ടാരം മുഴുവൻ ഒരുപാട് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിക്കുകയും അത് നമുക്ക് ഭയങ്കര നല്ലൊരു കാഴ്ച സമ്മാനിക്കുകയും ചെയ്യും. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പാലസ് ഉള്ളത്. ഇവിടെ നമുക്ക് സിൽവർ ചെയറുകളും അതുപോലെ തന്നെ ആനക്കൊമ്പിൽ നിർമ്മിച്ചിട്ടുള്ള കണ്ണാടിയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് കണ്ടോ, എന്ത് രസമാണ് ഇത് കാണാനായിട്ട്. അപ്പം ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ കണ്ട് നടക്കാവുന്നതാണ്. ഈ കൊട്ടാരത്തിൻ്റെ ഓരോ ഭാഗവും നമുക്ക് ഒരുപാട് കൗതുകം തരുന്നതാണ്. അത് നമുക്ക് നന്നായിട്ട് കണ്ട് ആസ്വദിച്ച് തിരിച്ചു പോരാനായിട്ട് പറ്റും. താജ്മഹലിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന ഒരു സന്ദർശന കേന്ദ്രമായിട്ട് ഈ മൈസൂർ പാലസ് അറിയപ്പെടുന്നുണ്ട്. ഇതിൽ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ ഞങ്ങളും ചുറ്റി നടന്ന് ഇതിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ടു. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ കൊട്ടാരത്തിൽ.
ദർബാർ ഹാൾ നമുക്ക് കാണാനായിട്ട് പറ്റും. രാജാവിൻ്റെ ഔദ്യോഗിക സമ്മേളനങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന വലിയൊരു ഹാളാണ് ഈ ദർബാർ ഹാൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാജഭരണകാലത്ത് ആനകളെയൊക്കെ നിർത്തിയിരുന്ന ഗജശാലയുണ്ട്. പിന്നെ അംബാവിലാസം ഹാളുണ്ട്. അത് രാജകുടുംബത്തിൻ്റെ സ്വകാര്യമായിട്ടുള്ള ഹാളാണ്. അതുപോലെ തന്നെ ചിത്രശാലയും ആയുധശാലയുമുണ്ട്. അവിടെ പഴയ ചിത്രങ്ങളും വസ്ത്രങ്ങളും ആയുധങ്ങളും കൊമ്പുകളും ഒക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. മൈസൂർ പാലസ് ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ പോകാൻ പോകുന്നത് ലോകാരഞ്ജൻ അക്വേറിയം എന്നറിയപ്പെടുന്ന അണ്ടർ വാട്ടർ സോൺ അക്വേറിയത്തിലോട്ടാണ്. ഇവിടെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കാണാനായിട്ടുണ്ട്. അതൊക്കെ കണ്ട് നമ്മൾ അകത്തോട്ട് കയറുകയാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള അണ്ടർ വാട്ടർ ടണൽ എന്നാണ് ഇതറിയപ്പെടുന്നത്. മൈസൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 2.5 കിലോമീറ്ററിലാണ് ഈ അക്വേറിയം ഉള്ളത്. ഇതിൻ്റെ പ്രവേശന സമയം വീക്ക് ഡേയ്സിൽ 9:30 AM to 8:30 PM വീക്കെൻഡിൽ 9:30 AM to 9:30 PM ആണ്. ആ സമയത്തിനുള്ളിൽ വന്നാൽ നമുക്ക് ഇവിടെയെല്ലാം കയറി എക്സ്പ്ലോർ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. ഇവിടെ നമുക്ക് എൻട്രി ടിക്കറ്റ് എടുക്കണം. ഞങ്ങൾ വന്നത് വീക്കെൻഡിലായതുകൊണ്ടാവാം 270 രൂപയാണ് ഒരാൾക്ക് ഇവിടുത്തെ എൻട്രി ഫീസ് ആയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ എടുത്ത് നമ്മൾ അകത്തോട്ട് കയറി. അകത്തോട്ട് കയറുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഇതൊക്കെ. നമുക്ക് ഒരുപാട് നമ്മുടെ മനസ്സിന് കുളിർമയേകുന്ന കാഴ്ചകളാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഈ അണ്ടർ വാട്ടർ ടണൽസ് ഉണ്ട്. ഇതിനെ പാസ് ചെയ്താണ് നമ്മൾ പോകുന്നത്. കുട്ടികളെയും കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ അവർക്ക് ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്. ഞങ്ങൾക്ക് 2 പേർക്കും ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഫിഷുകളെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. എനിക്കിതിൻ്റെ ഒന്നും പേരുകൾ കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷേ എങ്കിലും നല്ല രസമായിരുന്നു ഇവിടെ കാണാനായിട്ട്. ഇതിനുള്ളിൽ കൂടി നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഒരുപാട് നമുക്കൊരു സ്ട്രെസ് റിലീഫും അതുപോലെ തന്നെ വളരെയധികം സന്തോഷമൊക്കെ തരുന്ന എന്തോ ഒന്ന് ഇവിടെ ഉള്ളതുപോലെ എനിക്ക് തോന്നി. ഇവിടുത്തെ എൻട്രി ഫീസ് നമുക്ക് കോംബോ ഓഫേഴ്സായിട്ടൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഇവിടെ സ്നോ സിറ്റിയും കൂടി ഉള്ളതുകൊണ്ട് അതും കൂടെ ഒക്കെ ഉൾപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ലാഭമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞങ്ങളാകെ ഇത് മാത്രമാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് തന്നെ നമുക്ക് കാണാൻ ഒരുപാടുണ്ട്. നമുക്ക് ഒരുപാട് സമയം ചുറ്റി നടന്ന് കാണാനായിട്ട് പറ്റുന്ന ഒന്നാണിത്. ആദ്യം കയറി വന്നപ്പോൾ ഇതിനകത്ത് ഇത്രയും ഒരു കാഴ്ച ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. പക്ഷേ അകത്തോട്ട് കയറിപ്പോയപ്പോൾ നമുക്ക് ഒരുപാട് കാണാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ നമ്മൾ ഇവിടെ എല്ലാം കണ്ട് വളരെയധികം സന്തോഷമായിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത്. ഇപ്പോൾ ഏകദേശം നമ്മൾ ഇതിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഇവിടെ തന്നെ നമുക്ക് ഈ കുറച്ച് ചെറിയ സ്നാക്സുകളൊക്കെ കിട്ടും. അപ്പോൾ നമ്മളൊരു മാഗി മസാല കോണാണ് വാങ്ങിച്ചത്, അത് കഴിച്ചു. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് ഇവിടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ തന്നെയായിരുന്നു. നല്ല ചിക്കൻ പുലാവും ചില്ലി ചിക്കനുമാണ് നമ്മൾ കഴിച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. പക്ഷേ ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് വൃന്ദാവൻ ഗാർഡനിലോട്ടാണ്. അപ്പോൾ നമ്മൾ പോയി ഇവിടെയുള്ള ഡാമൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റി. അപ്പോൾ നമ്മൾ ഇറങ്ങി കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെയെല്ലാം കണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വൃന്ദാവൻ ഗാർഡനിലോട്ട് പോവുകയാണ്. അവിടെ ചെന്നതിന് ശേഷം നമുക്ക് ഡാമൊക്കെ കാണാനോ അതിലിറങ്ങാനൊക്കെ പറ്റും. പക്ഷേ നല്ല ചൂടായിരുന്നതുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. എല്ലാം നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ഗാർഡൻ്റെ അവിടോട്ട് പോയി. പക്ഷേ അവിടെ നമ്മൾ പറഞ്ഞല്ലോ നമുക്ക് എൻട്രി ഫീസിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് നമ്മൾ തിരിച്ചു പോന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ ഒരു യാത്ര അവസാനിക്കുകയാണ്. നമ്മൾ തിരിച്ചു പോരുകയാണ്. നമ്മൾ അങ്ങോട്ട് പോയത് മൈസൂർ എക്സ്പ്രസ് ഹൈവേ വഴിയായിരുന്നു. അപ്പോൾ അത് കാരണം നമുക്ക് കുറേ വ്യൂസൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ തിരിച്ചു വന്നത് വില്ലേജ് റോഡ് കയറിയാണ്. കുറേ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടാണ് നമ്മൾ തിരിച്ചു വന്നത്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, ഒരുപാട് എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു ഇത്. അപ്പോൾ നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ നമ്മളിനി മുന്നോട്ടിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.